നമസ്കാരം. ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ KG യേശുദാസിന്റെ മൈ ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചടങ്ങിൽ ആരാധനായ കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ G. ബാലമോഹൻ തമ്പി സാർ അധ്യക്ഷനായിരിക്കും. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീ ജ്യോതീന്ദ്രൻ. അനന്ത പത്മനാഭം ആശ്രയേ ആദിമധ്യാന്തരഹിതം അഖില ഫലദായകം ശ്രീനായകം അനന്ത പത്മനാഭം ആശ്രയേ ഘനനയദേശിക നവരസ പൂരിത ഗാന കലാമൃത ദായകം സതതം അനന്ത പത്മനാഭം ആശ്രയേ പരിമള മൃഗമത തിലകം ഭാസുരം ഹരികേശ വിഹിതം ആനന്ദരൂപം അനന്ത ഫലദായകം ശ്രീനായകം അനന്ത പത്മനാഭം ആശ്രയേ. വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിനും സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ KV പിഷാരടി അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദാസേട്ടൻ സംഗീത ലോകത്ത് ഗാനഗന്ധർവനും നിത്യജീവിതത്തിൽ കൃഷിതുല്യനുമായ അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ലേഖനങ്ങൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ഒരു പുസ്തക രൂപത്തിലായി മൈ ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എന്ന പേരിൽ അയാൻ പബ്ലിക്കേഷൻസ്, അദ്ദേഹത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള അയാൻ പബ്ലിക്കേഷൻ ഇന്ന് പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദാസേട്ടൻ്റെ അന്വേഷണം എന്ന കവിത വിവർത്തനം ചെയ്തപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു എളിയ ആഗ്രഹം ഇന്ന് ദൈവാനുഗ്രഹത്താൽ സഫലീകരിക്കാൻ പോവുകയാണ്. പെറ്റമ്മയെ പോറ്റമ്മയാക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ നിങ്ങളോട്, ഈ വിശിഷ്ട വ്യക്തികളോട് ക്ഷമ ചോദിക്കുന്നു. ജീവിതത്തിൽ പല പ്രതിസന്ധികളും അവഗണനയും അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മലയാളിയും ജീവിക്കുന്ന ഇതിഹാസവും ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ എല്ലാം ദാസേട്ടൻ. നാം ഉണരുന്നതും ഉറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ ആ മധുരസ്വരം കേട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗന്ധർവ സ്വരം ജാതിയുടെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതിർത്തിയിൽ കടന്ന് സർവവ്യാപി ആയിരിക്കുകയാണ്. മലയാളികൾ അല്ലാത്തവർ കൂടി അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളും വീക്ഷണങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എളിയ സംരംഭത്തിന് മുതിർന്നത്. അതിന് നിസ്സീമമായ പ്രോത്സാഹനവും പ്രേരണയും അനുഗ്രഹവും നൽകിയ ദാസനോട് ഞാൻ എന്നെന്നും
കടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ദാസേട്ടന്റെയും അയാൻ പബ്ലിക്കേഷൻസിന്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ആദ്യമായി ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും വാഗ്മിയുമായ ശ്രീ ജി ബാലമോഹൻ തമ്പി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടുത്തത്, ഈ പുസ്തകത്തിന് അവതാരിക എഴുതുകയും എനിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ മഹാകവിയും ഗുരുനാഥനുമായ ശ്രീ വൈബി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ഒരു ക്ലാസിക്കൽ പദവി കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി വളരെ നേരം ചർച്ച ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അടുത്തത്, ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവും സാഹിത്യകാരനും ആയ ശ്രീ കെ ദേവകുമാർ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും മുൻ സാംസ്കാരിക മന്ത്രിയുമായ ശ്രീ ജി കാർത്തികേയൻ സാർ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുൻ ജില്ലാ കളക്ടറും ഗായകൻ ആയ ശ്രീ എൻ അയ്യപ്പൻ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് വളരെയധികം മധുരമായ കവിതകൾ സമ്മാനിച്ചിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതുപോലെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിന്റെ നിറവിടം തുളുമ്പുന്ന നമ്മുടെ എല്ലാം ദാസേട്ടന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ദാസേട്ടനുള്ള ആദരവും ബഹുമാനവും ക്ഷണവും സ്വീകരിച്ച് ആ സ്നേഹവും കയറിക്കൊണ്ട് ഈ സദസ്സിലെത്തിയിട്ടുള്ള എല്ലാ പേർക്കും എൻ്റെ സ്വാഗതം. കൂടാതെ മാധ്യമപ്രവർത്തകർക്കും എൻ്റെ സ്വാഗതം. നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ബാലമോഹൻ തമ്പി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ചടങ്ങില് അധ്യക്ഷം വഹിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. യേശുദാസിന്റെ സംഗീതത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പുസ്തകത്തെക്കുറിച്ചോ വിശദമായിട്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സംഗീതം നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന ഒരു ധാരണയാണ് എനിക്കുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലെ വേറെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും അറിയില്ല ഈ ശബ്ദം അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത്. അതൊരു അഭൗമമായ ഒരു എനർജിയാണ്, ഊർജമാണ് എന്ന് നമുക്ക് അറിയാം. ഞാൻ ONV കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ONVയുടെ കവിതകളും പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടല്ലോ. ONV അദ്ദേഹത്തിന്റെ കവിതകൾ നമുക്കൊരു പാലരുവിയാണെങ്കിൽ യേശുദാസിന്റെ സംഗീതം നമുക്കൊരു തേനരുവിയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഈ രണ്ടിലും വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. സാഹിത്യത്തിൽ കൂടുതൽ, സംഗീതത്തിൽ അത്രത്തോളം ഇല്ല. കാരണം ഏത് കലയാണെങ്കിലും കുറച്ച് അത് ആസ്വദിക്കാം, എല്ലാവർക്കും ആസ്വദിക്കാം. പക്ഷെ ആ ആസ്വാദനത്തിന് ഒരു അനുശാസനത്തിന്റെ ബലം വേണം, ഉറപ്പ് വേണം, ഡിസിപ്ലിൻ ആസ്വാദനത്തിന്. അത് സ്വല്പ സാഹിത്യത്തിലുണ്ട്, പക്ഷെ അതുപോലെ സംഗീതത്തിലുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. എന്നാലും രണ്ടും നമ്മുടെ സാധാരണ ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ നിന്ന് വളരെ ഉദാത്തമായ ഒരു മേഖലയിലേക്ക് രണ്ടും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതിനിപ്പോൾ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
പണ്ടുള്ള ചെറുപ്പക്കാരെ പോലെയല്ല ഇപ്പോഴുള്ള ചെറുപ്പക്കാർ. അവർ പുസ്തകങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് കിട്ടും. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. സംഗീതമാണെങ്കിൽ പുറത്തൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച സംഗീതം കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും നമുക്കില്ലായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്ത്. സാഹിത്യം വായിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കാഴ്ചയുടെ കുറവുകൊണ്ട് സാഹിത്യം വായിക്കുന്നത് തന്നെ ഒരു സ്ട്രെയിൻ ആയിട്ട് തോന്നാറുണ്ട്. ആ സ്ട്രെയിൻ കുറച്ച് ആവശ്യമാണ്. കാരണം അവർ ആലോചനാമൃതമാണ്. കൂടുതൽ കൂടുതൽ ആലോചിക്കുന്നതിനെ കുറിച്ച്. മറ്റതിനങ്ങനെ വേണ്ട, കേട്ടിരുന്നാൽ മതി. ആപാദ മധുരമാണ്. ഈ മാധുര്യം നമ്മളെ ഒരു പ്രത്യേക ലോകത്തിലേക്ക് കൊണ്ടു നയിക്കുന്നു. അതിന് കാരണക്കാരായ കവികള്, സംഗീതജ്ഞര്, അവരോടൊക്കെ നമുക്ക് ആരാധനയുടെ മനോഭാവമേ ഉള്ളൂ. സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ വിമർശിക്കുകയൊക്കെ ചെയ്യും, നിരൂപണം എഴുതും. പക്ഷെ ആ നിരൂപണവും വിമർശനവും ഒക്കെ ഒരു ഇംഗ്ലീഷ് പണ്ഡിതൻ പറഞ്ഞതുപോലെ എ ക്രിറ്റിക് ഈസ് ഓൺലി എ കംപ്ലീറ്റ് റീഡർ. അത് കൂടുതലൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനുശാസനം, കാവ്യ അനുശീലനം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, അതോടുകൂടി വായിക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അയാൾക്ക് കിട്ടുന്നു. ആ കാര്യങ്ങൾ കൊണ്ട് അയാളുടെ ആന്തരിക വികസനം സാധിക്കുന്നു. അത് സാഹിത്യത്തിൽ നിന്നും കവിതയിൽ നിന്നും നോവലിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ബനാറസിൽ കഴിഞ്ഞപ്പോൾ, ബനാറസിലെ ഒരു ഘറാന തന്നെയുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ, ഹിന്ദുസ്ഥാൻ മ്യൂസിക്കിൽ. ഓംകാർനാഥ് ഠാക്കൂർ ആയിരുന്നു അവിടുത്തെ മ്യൂസിക് കോളേജ് പ്രിൻസിപ്പൽ. പിന്നീട് രാജം അവിടുത്തെ വയലിനിസ്റ്റായിരുന്നു. അവരും പ്രിൻസിപ്പലായിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, വലിയ സംഗീത വിദുഷി. പക്ഷെ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കൂടുതൽ താല്പര്യം ഏർപ്പെട്ടത്. അതിനു മുമ്പേ കർണാടക സംഗീതത്തിൽ സാധാരണ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. ബനാറസിനെക്കാളും തിരുവനന്തപുരത്ത് കൂടുതൽ ഒരു സംഗീത അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സദസ്സുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം ബനാറസിലെ സദസ്സുകളൊക്കെ രാത്രി 9 മണിക്ക് തുടങ്ങും, രാവിലെ 3 മണിക്ക് അവസാനിക്കും. അത് നമുക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കൃഷ്ണമൂർത്തിയെ പോലെ ഒരാളുടെ, സൂര്യ കൃഷ്ണമൂർത്തി, നമ്മുടെ തിരുവനന്തപുരത്തെ അഭിരുചിയെ പരിഷ്കരിക്കുന്നതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിന്റെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം വാസികൾക്ക് കർണാടിക് മ്യൂസിക്കിലും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും മറ്റ് കലകളിലും നാടകത്തിലും ഡാൻസിലും മറ്റുമൊക്കെ നമ്മുടെ അഭിരുചി കുറെ കൂടെ റിഫൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹമാണ്. എനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നല്ല മ്യൂസിക് കേൾക്കാൻ. യേശുദാസിന്റെ സംഗീതത്തിന്റെ ആ അഭൗമമായ ചൈതന്യമുണ്ടല്ലോ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് വളരെ നിഷ്കളങ്കമായ ഒരു ആർജവമുള്ള ഒരു ഹൃദയമാണുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ മൈൻഡഡ് പേഴ്സൺ. ഈശ്വരനിൽ വിശ്വാസമുണ്ട്, ഈശ്വരനിൽ നന്മയുണ്ട്. ആ നന്മ എല്ലാവർക്കും ഉണ്ടാകണം. അത് കൂടുതൽ അദ്ദേഹത്തിന് വലിയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വളരെ കുറച്ച്, നമ്മൾ അറിവെന്ന് പറയുന്നതല്ലേ, വളരെ കുറച്ച് മാത്രം മതി. ഒരുപാട് വായിച്ചിട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും നല്ല പുസ്തകങ്ങൾ കുറച്ച് വായിച്ചാൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പൊ സംഗീതം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആ അനുഭൂതിയുടെ മണ്ഡലമുണ്ട്. ആ അനുഭൂതിയുടെ മണ്ഡലത്തിലെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഈ ട്രാൻസെൻഡന്റൽ എന്ന് പറയുന്ന ഒരു നിലവാരം പോലെ അതിനുണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ പഴയ സൗന്ദര്യശാസ്ത്രത്തിലെല്ലാം തന്നെ ഇതിനെ അലൗകികം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാഹിത്യമായാലും ശരി, മറ്റു കലകളായാലും ശരി. അലൗകികം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലോകത്തെ എന്നല്ല, സാധാരണ ജീവിതത്തിൽ നിന്ന് വിഭിന്നമായി
സാധാരണ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈഗോയാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കേന്ദ്രീകൃതമായിട്ടുള്ള കാരണമായിരിക്കുന്നത്. ആ ഈഗോയിൽ നിന്നൊരു സ്വല്പം മോചനം ലഭിക്കുന്നു. ആ ഈഗോ അല്ലാതെ തന്നെ നമുക്കൊരു ബോധമണ്ഡലമുണ്ട്. ആ ബോധമണ്ഡലമാണ് ഈ വളരെ ചുരുങ്ങിയ സങ്കുചിത മനസ്ഥിതിയുള്ള ഈഗോയെ പ്രകാശിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അല്ലെങ്കിൽ അതിന് സ്വയമേവ പ്രകാശിക്കാനുള്ള കഴിവില്ലെന്നാണ് നമ്മുടെ സിദ്ധാന്തം. നമ്മുടെ പഴയ തത്വചിന്തയില് ചന്ദ്രനുണ്ടല്ലോ, സൂര്യനുണ്ട്. ചന്ദ്രനെ പോലെയാണ് നമ്മുടെ മനസ്സ്. കാരണം ചന്ദ്രനിലെ പ്രകാശം സൂര്യനിലെ പ്രകാശമാണ്. ആ സൂര്യൻ നമ്മുടെ ആത്മാവെന്നാണ് നമ്മുടെ ചിന്തകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിനും ആത്മാവിനും തമ്മിലുള്ള ബന്ധം ചന്ദ്രനും സൂര്യനും പോലെയാണ്. ആ സൂര്യന്റെ തേജസ്സാണ്, അതിന്റെ ആ ബോധം തന്നെയാണ് നമ്മുടെ ആത്മാവ്. അതിന്റെ ഒരു ചെറിയ നമ്മുടെ ശരീരമാണ് ഞാൻ എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു പ്രകാശം മാത്രമാണ് നമ്മുടെ മനസ്സിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സങ്കുചിതരായിട്ട് ചിന്തിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചു ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ട് ഗുരുവായൂർ പോക്കളാണ് വിചാരിച്ചു. പക്ഷെ അത് സാധിച്ചില്ല. കാരണം നമ്മുടെ എല്ലാ മനസ്സിലുള്ള ഈ സങ്കുചിത സ്ഥിതിയുടെ ഫലമായി ഈശ്വരനെ പോലും നമ്മൾ ഖണ്ഡമായിട്ട് മുറിച്ചു വെച്ചിരിക്കുകയാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, പക്ഷെ എന്റെ ഈശ്വരൻ വേറെ, നിന്റെ ഈശ്വരൻ വേറെ. മുസ്ലിങ്ങൾക്കൊരു ഈശ്വരൻ, ക്രിസ്ത്യാനിക്കൊരു ഈശ്വരൻ, ഹിന്ദുക്കൾക്കൊരു ഈശ്വരൻ. ഇതുപോലെ ഒരു വിഡ്ഢിത്തം ഒരു മനുഷ്യനും ഇത് എന്റർടൈൻ ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ അതാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഉയരാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ വാഗ്ശുദ്ധി, ഉച്ചാരണ ശുദ്ധി, മുസ്ലിം പോലെ തന്നെ ഞാൻ പറയാറുണ്ട്, ചങ്ങമ്പുഴയുടെ കവിതയിലുള്ള സംഗീതമുണ്ടല്ലോ, അതുപോലെ കവിത പറയുമ്പോഴുള്ള വാഗ്ശുദ്ധി മധുസൂദനൻ നായർക്കുണ്ട്. അതുപോലെ പാടുമ്പോഴുള്ള ഉച്ചാരണ ശുദ്ധി യേശുദാസിനുണ്ട്. ആ ശുദ്ധി വെറുതെ കൈവന്നതല്ല, ജീവിതത്തിൻ്റെ തന്നെ, ജീവിതത്തിനകത്തുള്ള ആന്തരിക ജീവിതത്തിലെ പരിശുദ്ധി തന്നെയാണ് എല്ലാറ്റിലും പ്രകാശിക്കുന്നത് എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുള്ള വിശാരടി സാറിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ആ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സങ്കുചിത ബോധങ്ങളിൽ നിന്ന് ഒരു മോചനം നേടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ സംഗീത സംസ്കാരത്തെ തന്നെ റിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഈ കർണാടക സംഗീതം കൂടുതലും ഭക്തി കേന്ദ്രീകൃതമാണ്, ക്ഷേത്രത്തെ ഉപജീവിച്ചതാണ്. ഹിന്ദുസ്ഥാനി സംഗീതം കൂടുതലും രാജ്യ സദസ്സുകളെ ആശ്രയിച്ചതാണ്. അതിന്റെ ഫലമായി നമ്മുടെ കർണാടക സംഗീതത്തില് ഹിന്ദുക്കളല്ലാത്തവർക്ക് ഒരു അഭിനിവേശവും പ്രവേശവും കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട്. അതില്ല. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ അങ്ങനെയല്ല. അതൊരു സെക്യുലർ ട്രഡീഷൻ ആയതുകൊണ്ട് എത്രയോ മുസ്ലിങ്ങൾ ഒന്നാന്തരം, യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസിലെ ഏറ്റവും നല്ലവര് കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും. അതവർക്ക് വളരെ സുഗമമായി. പക്ഷെ നമുക്കത് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ സംഗീത സംസ്കാരത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം. അതിന് യേശുദാസിനെ പോലുള്ളവരുടെ സംഗീതം സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് പുസ്തക പ്രകാശനം നടത്തുന്നവരുമായി ആരാധ്യനായ മലയാളത്തിലെ പ്രിയ കവി ശ്രീ ONV കുടുംബസാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഏറ്റുവാങ്ങുന്നതിന് ആരാധനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS അവരുടെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ബാലമോഹൻ തമ്പി സാർ ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ എൻ്റെ സഹോദരനെ പോലെ ഡോക്ടർ കെ ജയകുമാർ ഈ വേദിയിലിരിക്കുന്ന ശ്രീ മസ്വനായ ശ്രീ N. അയ്യപ്പൻ, മുന്നിലിരിക്കുന്ന സംഗീതാസ്വാദകരും യേശുദാസിൻ്റെ ആരാധകരും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ മംഗളകരമായ ഒരു ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. യേശുദാസിനെ പറ്റി ഇവിടെ വളരെ സംക്ഷിപ്തമധുരമായ ഭാഷയിൽ ബാലമോഹൻ തമ്പി സാർ പറയുകയുണ്ടായി. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് യേശുദാസ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഇമേജിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷ കുറച്ച് വെച്ചാണ് അതിൻ്റെ പ്രതീക്ഷയ്ക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് അതിലൊന്നാണ് യേശുദാസ്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കഥകളിയുടെ നാട്ടിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി തന്നെയല്ല, കലാമണ്ഡലം കൃഷ്ണൻ നായരെ പറ്റി ഒരാൾ അടുത്ത് വന്ന് അദ്ദേഹത്തിന് സുഖമായിരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം അന്തരിച്ചു പോയോ മരിച്ചു പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയുള്ളൊരു വൈകാരികമായ ഒരു മുദ്ര മനസ്സിൽ പതിച്ച ഒരു കഥകളി നടൻ വെളിയിലുണ്ടല്ലോ എന്ന് നടനെ പറ്റി വെളിയിലുള്ളവർക്ക് അറിയാമല്ലോ എന്ന് എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ കഥകളി കേരളത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് തിളക്കം നൽകുന്ന ഒന്നാണ്. മറ്റൊന്ന്, വേറൊരു സ്ഥലത്ത് അത് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ മേശപ്പുറത്ത് ഈ ഉപ്പും കുരുമുളകും ഉള്ള ഈ കുരുമുളക് എടുത്തിട്ട് പറഞ്ഞതാ ഇത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വളരെ സന്തോഷം. കുരുമുളകും നമ്മുടെ പ്രതിച്ഛായയ്ക്ക് എരിവ് വർദ്ധിപ്പിക്കുന്ന എന്നൊരു പറയാം. ഇവിടെ നമുക്കൊരു തമാശയായിട്ട് തോന്നും. പക്ഷേ യുഗങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നത്തെ ഈ ഫ്രിഡ്ജും ഈ പ്രിസർവേറ്റീവ്സും അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മാംസഭുക്കുകളായ പാശ്ചാത്യരും അറബികളും അവരെ സംബന്ധിച്ചിടത്തോളം കുരുമുളക് അനിവാര്യമായ ഒരു സാധനമായിരുന്നു. നമുക്ക് കുരുമുളക് ഒരു മേമ്പൊടിക്ക് ഇട്ട് കഴിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ
പനി വരുമ്പോഴൊക്കെയാണ് കുരുമുളക് അന്വേഷിക്കുന്നത്. പക്ഷെ അവർക്ക് കുരുമുളക് പൊടിയിൽ അവർ മാംസം അവരിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുമായിരുന്നു. അതുകൊണ്ടാണ് ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ ഹിപ്പോലറ്റസ് എന്ന് പറഞ്ഞ ഒരു കടൽക്കാറ്റിൻ്റെ സഹായത്തോടു കൂടി കിഴക്കു നിന്ന് മലബാർ തീരത്തു നിന്ന്, മലബാർ എന്നാ പറയുക, ചിലർ മലിബാർ എന്ന് പറയും, തീരത്തു നിന്ന് കപ്പൽ വന്നു എന്ന് കേട്ടാൽ ഈ ചാകര സമയത്ത് ഈ കടൽ കാക്കകൾ ഇളകുന്നത് പോലെയായിരുന്നു യൂറോപ്പിൽ, റോമിൽ, ഗ്രീസിൽ, അതുപോലെ തന്നെ ചില അറബി തുറമുഖങ്ങളിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഒരു സംഗതി ഇതാണ്. അപ്പോൾ ചിലർക്കത് ഒരു ലക്ഷറി ആയിരിക്കും, പക്ഷെ കുരുമുളക് അതൊരു നെസസിറ്റി ആയിരിക്കും. അങ്ങനെ കേരളത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന വേറൊന്നുണ്ട്. ചിലർ പറയും കേരളം എന്ന് പറയുമ്പോൾ ഈ കേരളമാണല്ലോ അതിൻ്റെ ഇമേജ് എന്ന് പറയും. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ജയകുമാരൻ മറ്റാണെന്ന് തോന്നുന്നു ഒരു പേരിട്ടു. അപ്പോൾ അതിൻ്റെ എംബ്ലം ഉണ്ടാക്കിയപ്പോൾ അതൊരു ഒരൊറ്റ തെങ്ങാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ കേരം അത്ര വളരെ നല്ല ഇത് നമ്മളെ ചതിക്കില്ല എന്ന് കൃഷിക്കാർ പറയും. ഒരിക്കലും തെങ്ങ് ചതിക്കില്ല എന്ന് പറയും. കാരണം വലിയ ഇതാണ് തേങ്ങ. അതിൻ്റെ ചോട്ടിൽ ചെന്ന് നിൽക്കുന്നവൻ്റെ തലയിൽ ഈ തേങ്ങ വീണ് മരിച്ചു എന്ന് അത്യപൂർവമായിട്ടേ കേട്ടിട്ടുള്ളൂ. തെങ്ങ് ചതിക്കില്ല എന്ന് പറയും. അത്രത്തോളം തെങ്ങ് കേരളീയൻ വിശ്വസ്തമായ ഒരു വൃക്ഷമാണ്. പക്ഷേ ചങ്ങമ്പുഴ ഈ തെങ്ങിലൊരു വലിയൊരു കുറ്റം കണ്ടുപിടിച്ചു. അതായത് പടിഞ്ഞാറെ തീരത്തുകൂടി മര്യാദയ്ക്ക് കപ്പൽ ഓടിച്ചു പോയിരുന്ന വാസ്കോഡി ഗാമയെ പെരിക കൈയാട്ടി വിളിച്ചത് തെങ്ങുകളാണ് എന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴ കവിതയിൽ തെങ്ങുകളുടെ വിഡ്ഢിത്തം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു ഹരിതമനോഹരമായ ഒരു തീരത്ത് നിന്ന് 1000 വൃക്ഷങ്ങൾ വരൂ എന്നിങ്ങനെ കൈയാട്ടി വിളിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഗാമ നമ്മുടെ കപ്പാട് കടൽ തീരത്ത് വന്നിറങ്ങിയതെന്ന് ചങ്ങമ്പുഴ ഒരു കവിഭാവന പ്രകാശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ. അതിലൊരിക്കൽ വൈലോപ്പിള്ളിയുടെ ഭാഷയെ പറഞ്ഞാൽ അതൊരു തമാശയാണെങ്കിൽ പോലും അതിലൊരു വാസ്തവ നാളമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കേരളത്തിൻ്റെ ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായയ്ക്ക് തിളക്കം കൂട്ടുന്ന ചിലതുണ്ട്. ഇങ്ങനെ വേറെയും ചിലതൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഈ കേരളത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് തിളക്കം കൂട്ടുന്ന അങ്ങനെ അപൂർവ ഭാസുരമായ ചില എണ്ണങ്ങളിൽ ഒന്ന് നമുക്ക് സധൈര്യം പറയാം. ആരും എതിർക്കുകയില്ല. നമ്മൾ അത്രയുണ്ട് ഒരു എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള കാര്യമാണ് യേശുദാസിൻ്റെ ശബ്ദം. അപ്പോൾ ദേവരായൻ കൂടെ പറയുമായിരുന്നു ഈ സിനിമാ സംഗീത രംഗത്തൊക്കെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ദേവരായനയുടെ ചിലപ്പോഴൊക്കെ പറയുമായിരുന്നു, പക്ഷേ ഇതുണ്ടല്ലോ, ഇത് ആലോചിക്കുമ്പോൾ മറ്റു പിണക്കങ്ങളൊക്കെ മറന്നുപോകും. സൗണ്ട് ബോക്സ്, യേശുദാസിന്റെ സൗണ്ട് ബോക്സിനെ പറ്റി ആലോചിക്കുമ്പോൾ പലപ്പോഴും പിണക്കങ്ങളുണ്ടാവും. പല പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ആഴ്ച ഇറങ്ങിയ ഒരു പത്രത്തിലും ചില പിണക്കങ്ങളെ പറ്റിയൊക്കെ ആരോ എഴുതിയിട്ടുണ്ട്. മരിച്ചത്ര കഴിഞ്ഞാലും പിന്നെ ചില പിണക്കങ്ങൾ കുത്തിപ്പോകുന്ന ഒരുതരം സെൻസേഷണലിസം ഉണ്ടല്ലോ. പക്ഷേ കൂടെ പറയും, ഇത് ആലോചിക്കുമ്പോൾ എല്ലാ പിണക്കങ്ങളും മറന്നു പോകുന്നു. ഇത് എന്ന് മാത്രമേ പറയൂ, ഇങ്ങനെയോ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു സുവർണ ശബ്ദം, ഗോൾഡൻ വോയിസ് എന്നൊക്കെ പറയും. അവിടെ ചോദിക്കരുത് ഈ വോയിസിന് നിറമുണ്ടോ എന്നൊക്കെ ചോദിക്കരുത്. ഗോൾഡൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രഷ്യസ് എന്ന അർത്ഥത്തിലാണ്, അമൂല്യമായ ഒരു ശബ്ദം. സുവർണ മണിനാഥം എന്നൊക്കെ സംസ്കൃതത്തിലും പ്രയോഗമുണ്ട്. സുവർണ മണിനാഥം, ഈ സ്വർണം കൊണ്ടുള്ള മണിയുടെ നാദം പോലെ എന്നും അർത്ഥമുണ്ട്. സ്വർണം പോലെ അമൂല്യമായ മണിനാഥം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഈ കുയിലിനെ പറ്റി പറയാറുണ്ട്. ഈ സംഗീതത്തിലെ ഒരേ ഒരു നോട്ടാണ് പഞ്ചമം എന്ന് പറയുന്നത്. സരിഗമ പായാണ് പഞ്ചമം, സംഗീതക്കാർക്ക് അറിയാം. ഈ പഞ്ചമം എന്ന് പറഞ്ഞ ഒരു സ്വരം കൊണ്ട് ഒരു വസന്തത്തെ വിളിച്ചു വരുത്തുന്ന ഗായകനാണ് ഈ കുയിൽ എന്ന് പറയും. കണ്ടാൽ ഒരു ചെറിയ പക്ഷിയാണ്, പക്ഷെ അതിനൊരു നോട്ട് മതി. അങ്ങനെ പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് അതിനൊരു അനുഗ്രഹം കൊടുത്തു. നിനക്ക് സപ്തസ്വരം വേണ്ട, ഒരു സ്വരം മതി. ഈ കുയിൽ കൂവുന്നത്
ഈ പ എന്ന് പറയുന്ന പഞ്ചമത്തിൻ്റെ അതിൻ്റെ ബേസും അതിൻ്റെ നീചസ്ഥായിയും അതിൻ്റെ താരസ്ഥായിയുമാണ്, ഉച്ചസ്ഥായിയുമാണ്. അങ്ങനെ ഒരൊറ്റ സ്വരം കൊണ്ട് ഒരു വസന്തത്തെ വിളിച്ചു വരുത്തുകയോ വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പക്ഷി എന്ന് കുയിലിനെ പറ്റി പറയും. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിൽ ചില അപൂർവ സൃഷ്ടികളുണ്ട്. അതിലൊന്നാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. മറ്റ് ഗായകരിലെയും ചോദിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട്. ഈ എന്താ പറയുക, ചിലർക്ക് സൈകളിനെയാണ് ഇഷ്ടം, ചിലർക്ക് പക്കറ്റ് മല്ലികിനെയാണ് ഇഷ്ടം, ചിലർക്ക് ആത്മനെയാണ് ഇഷ്ടം, ചിലർക്ക് റാഫിയാണ് ഇഷ്ടം. അത് ഇഷ്ടാനിഷ്ടങ്ങളാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നത് യേശുദാസിന്റെ ശബ്ദമാണ്. എന്നാൽ കേവലം സംഗീതം കൊണ്ട് മാത്രം ഇഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയാണോ യേശുദാസ് എന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. ഒരു നല്ല കലാകാരനാണ്, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. കേരളത്തിൽ എത്രയോ നല്ല കലാകാരന്മാരുണ്ടായിട്ടുണ്ട്, അവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അതിനപ്പുറത്ത് ചിലത് കൂടിയുണ്ട്. അതാണ് ഈ ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതുപോലെ ഒരു കലാകാരൻ എന്നതിന് കവിഞ്ഞ് ചിലതാണ് യേശുദാസ്. അവിടെ വരുമ്പോഴാണ് ഇതിലെ അദ്ദേഹത്തിന് ചിലതൊക്കെ ചില ധാരണകളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു ദാർശനിക പോലെ ഉന്മീലനം ചെയ്യാനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് നാം അത് പ്രതീക്ഷിക്കുന്നതില്ല. അതായത് ജീവിതത്തിലെ അനുഭവങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുക എന്ന് പറയും. അതിന് സിദ്ധാന്തവൽക്കരിക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബാലബോധത്തിൽ സാർ തന്നെ പറഞ്ഞു, ഒരുപാട് പുസ്തകമൊന്നും വായിക്കണ്ട, കുറച്ച് പുസ്തകങ്ങൾ വായിച്ചാൽ മതി. ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക, ആ നന്മ എന്ന് പറയുന്നത് പ്രകാശിപ്പിച്ചാൽ മതി. അങ്ങനെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുക എന്ന ഒരു ദൗത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കഴിവുണ്ടായ ഒരു കാലത്ത് നന്മ പകർന്നു കൊടുക്കുക എന്നൊരു ദൗത്യം അദ്ദേഹം സ്വയം ഏറ്റെടുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നമ്മളൊക്കെ ഈ ധാരാളം ഈ രാഷ്ട്രീയ വേദികളിലൊക്കെ നമ്മൾ ഒരുപാട് വാക്യങ്ങൾ വിളിച്ച് പറയാം. അതിലൊന്നാണ് മതേതരത്വം, മാനവികത എന്നൊക്കെ പറയാറുണ്ട്. അതിങ്ങനെ പറഞ്ഞ് അത് വേണ്ട കൃഷയായി അതിൻ്റെ മുനയും അരിയും തുമ്പുമൊക്കെ തേഞ്ഞുപോയി. അതിൻ്റെ മൂല്യവും വളരെ ശോഷിച്ചിട്ടുണ്ട്. ഈ സംഗീതത്തിൽ തന്നെ പറയും, ദി സ്വീറ്റസ്റ്റ് നോട്ട് ആഫ്റ്റർ റിപ്പീറ്റഡ് വിൽ ബിക്കം ഡൾ എന്ന്. ഏറ്റവും മധുരമായ നോട്ട് പോലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചാൽ അത് ഡള്ളായിത്തീരും. ഡള്ളെന്ന് വെച്ചാൽ വിരസമായിത്തീരും എന്നർത്ഥം. അതുപോലെ ഈ മതേതരം മാനവികം എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പ്രയോഗിച്ച് ഇപ്പോൾ നമുക്കത് പറയുമ്പോൾ നമുക്കൊരുമാതിരി എന്തോ അത് വിരസമായി തീർന്നിരിക്കും. എന്നാൽ അതുകൊണ്ട് നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും നല്ല ഒരു കാര്യം ഒരു 10-100 പേര് ഒന്നിച്ചങ്ങ് കോറസായിട്ട് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമെന്ന് വിചാരിക്കരുത്. നമുക്ക് നശിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഷഹനായി വാദകനായിരുന്ന മഹാനായിരിക്കുന്ന ബിസ്മില്ലാ ഖാൻ. അദ്ദേഹം പാകിസ്ഥാൻ എന്ന് ഒരു രാജ്യം ഉണ്ടായപ്പോൾ ബനാറസിലെ അദ്ദേഹത്തിൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദ്ജി നമുക്ക് നമ്മുടേതായ ഒരു രാജ്യം അത് കൈവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് അവിടെ പോവാം. പെട്ടെന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല, അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, ഈ ഉസ്താദ്ജിയോട് പറഞ്ഞ തൻ്റെ ഈ മുസ്ലിം സഹോദരന്മാരോട് അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, പാകിസ്ഥാനിൽ പോകണമില്ലേ? അവിടെ ഞാൻ ഷഹനായി വായിക്കുമ്പോൾ എൻ്റെ മുമ്പിലൂടെ ഗംഗ ഒഴുകുമോ എന്ന് ചോദിച്ചു. എൻ്റെ മുമ്പിലൂടെ ഗംഗ ഒഴുകുമോ എന്ന് ചോദിച്ചു. കാരണം ബനാറസിലെ ഒരു മണികർണിക ഏതോ ഒരു ഘട്ടത്തിൽ വന്നിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സമർപ്പണം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നമാസും റിയാസും ഒക്കെ അവിടെയാണ് നമ്മൾ പറയുന്നത്. അവിടെ ഇരുന്ന് നമസ്കരിക്കും, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് നമസ്കരിക്കുകയും അത് കഴിഞ്ഞ് ഷഹനായി എടുത്ത് പ്രശാന്തമായിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ സംഗീതത്തിൻ്റെ സൗരഭ്യമോ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ സ്വരപുഷ്പങ്ങൾ വിടർത്തിക്കൊണ്ട് അദ്ദേഹം എത്രയോ നാഴികകൾ അങ്ങനെ മതിമറന്ന് ഷഹനായി വായിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചത് ഒരു ചോദ്യം ഇതാണ്, അവിടെ എൻ്റെ മുമ്പിൽ കൂടി ഗംഗയൊഴുകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിരകാലം ഗംഗയുടെ മുമ്പിൽ ഇരുന്ന് പാടി അദ്ദേഹത്തിന് ഗംഗ എന്ന് പറയുന്നത് സംഗീത പ്രവാഹത്തിന്റെ ഒരു നാമധേയമായി തീർന്നു, ഒരു സിനോണിമായിട്ട് മാറി. ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പാവനമായിരിക്കുന്ന ആ ഒരു പ്രദേശത്തിരുന്ന് പാടുമ്പോഴുള്ള അനുഭൂതി അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് കിട്ടുകയില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ല. പിന്നീട് ഒരാൾ പറഞ്ഞു, എങ്കിലും
അത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലേ ഉസ്താദി, നമുക്ക് അങ്ങോട്ട് പൊയ്ക്കോടെയും ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ അല്ലാഹു എവിടെയും ഇല്ലേ? അല്ലാഹു എവിടെയും ഇല്ലേ? അല്ലാഹു അങ്ങോട്ടൊന്ന് പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ച ആളിന് മറുപടിയില്ലായിരുന്നു. അല്ലാഹു ഇവിടെ ബാലമർദ്ദം മിസാൻ പറഞ്ഞത് തന്നെയാണ്. ഈ അല്ലാഹു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടായ ദിവസം അങ്ങ് അല്ലാഹു അങ്ങ് പാകിസ്ഥാനിലേക്ക് പോയി എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര മൂഢമായ ഒരു വിശ്വാസമാണ്. അല്ലാഹു സർവ്വവ്യാപിയാണ്, ഈശ്വരൻ സർവ്വവ്യാപിയാണ്. അപ്പോൾ സർവ്വവ്യാപിയായ ഈശ്വരൻ അല്ലെങ്കിൽ അല്ലാഹു അല്ലെങ്കിൽ യഹോവ എന്നൊക്കെ പറയുന്നത് വിശ്വാസമാണെങ്കിൽ അത് ഒരു ചെറിയ ഒരു ഭാഷയുടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പ്രദേശത്തിൻ്റെയോ പരിമിതിയിൽ ഒതുക്കി കാണുന്നവൻ അല്ലാഹുവിനെ അല്ലെങ്കിൽ ഈശ്വരനെ അല്ലെങ്കിൽ യഹോവയെ അപമാനിക്കുകയാണ്, അല്ലെങ്കിൽ തീരെ മനസ്സിലാക്കിയില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉസ്താദിൽ നിന്ന് ബിസ്മില്ലാ ഖാനിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. യേശുദാസൻ ആദ്യമായിട്ട് കോടീശ്വർ റാവു എന്ന് പറയുന്ന ഒരു ഈ സൗണ്ട് റെക്കോർഡിങ്ങിലെ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ മനുഷ്യന്റെ മുമ്പിൽ എം ബി ശ്രീനിവാസനെ പോലെ വളരെ മഹാനായ ഒരു മനുഷ്യരും സംഗീത സംവിധായകൻ കൊണ്ടുവന്ന് ആദ്യമായി പാടാൻ കൊടുത്തത് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരികളായിരുന്നു. ആ വരികൾ പാടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ ശബ്ദം ഇങ്ങനെ ഒരു പ്രത്യേകമായ യന്ത്രത്തിലൂടെ ആലേഖനം ചെയ്ത് മറ്റുള്ളവർ കേൾക്കാനിടയായി. ആ ഓർമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തെ ഈ സാധാരണ രീതി പറയുന്നത് അലട്ടുന്നു അല്ല, അദ്ദേഹത്തെ ഭരിക്കുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ഈ ഭൂമി മാറണമേ എന്ന ഒരു ചിന്ത അദ്ദേഹം എവിടെ എന്ത് പ്രസംഗിക്കാൻ പോയാലും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ധൈര്യമായി പറയുകയാണ്. ഉണ്ടെങ്കിൽ പിന്നെ അധികം പറയുന്നത് ഒരു ബോറാണ്, ആളിനെ എത്തിക്കൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയുണ്ട് അദ്ദേഹത്തിന് ആ ഒരു ധാരണ ഉള്ളിന്റെ ഉള്ളിലുണ്ടെന്ന് ജീവിതത്തിന്റെ ജീവിത ശരീരങ്ങൾ കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു മധുരസേവ നടത്തുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം വിശ്വാസിയാണ്. പക്ഷെ ആ ഒരു ഏക ദൈവം എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അത് ഏതെല്ലാം പേരുകളിൽ കൂടി നമ്മുടെ മനസ്സിൽ പ്രതിഭാസിച്ചാലും അത് ഒരു ശക്തിയാണ് എന്നും ആ ശക്തി തനിക്ക് നൽകുന്നതായ ഒരു വരദാനമാണ് ഈ സംഗീതമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അങ്ങനെ തൻ്റെ ഈ പാട്ട് ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ അത് പ്രയുക്ത സംഗീതമാണ്, ശുദ്ധ സംഗീതമല്ല. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത് പത്രത്തിൽ വരി എഴുതിയിട്ട് അതുകൊണ്ട് ഞാൻ കവിയാണ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, പറയുകയില്ല. ഈ സിനിമാ പാട്ടെന്ന് പറയുന്നത് കവിതയാണ്. കുറച്ച് കവിതയുടെ ഒരു പൊട്ടുപൊടിയൊക്കെ അതിലുണ്ടാകും എന്നല്ലാതെ അത് കവിത സിനിമയായിട്ട് പാട്ടായിട്ട് കൊടുക്കാം. പക്ഷെ അത് പ്രയുക്തമായ കവിതയാണ് എന്നർത്ഥം. കാരണം നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ആത്മാവിഷ്കാരമൊന്നുമല്ല ഈ സിനിമാ പാട്ടിലൂടെ നടക്കുന്നത്. വല്ലവനും ഉണ്ടാക്കിയ കഥയും വല്ലവന്റെയും സന്ദർഭത്തിൽ വല്ല കഥാപാത്രത്തിന് വേണ്ടി പാടാനായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ അതിനകത്തും നമുക്ക് ഒരു കാവ്യാത്മകത്വം, അതാണ് പ്രയുക്തമായ അപ്ലൈഡ് പോയട്രി എന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ സംഗീതവും അപ്ലൈഡ് പോയട്രിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ യേശുദാസ് ഒരു ലളിത സംഗീതം പാടുമ്പോൾ അത് സന്ദർഭം അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഭാവത്തെ അദ്ദേഹം അവിടെ ആവിഷ്കരിക്കുന്നു. എന്നാൽ അദ്ദേഹം പലപ്പോഴും ത്യാഗരാജന്റെയോ അല്ലെങ്കിൽ സ്വാധീനങ്ങളുടെയോ കീർത്തനം ആലപിക്കുമ്പോൾ മതിമറന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മതിമറന്ന് തന്നെ പാടുന്നു. അപ്പൊ അങ്ങനെ ആ മതിമറന്ന് പാടുന്ന ഒരവസ്ഥ അത് ശുദ്ധ സംഗീതം പാടുമ്പോഴേ ഉണ്ടാകും. മതിമറന്ന് വേണമെങ്കിൽ ഒരു സിനിമാ പാട്ട് പാടിക്കൂടാന്നില്ല. പക്ഷേ അവിടെ ഈ കാവ്യാത്മകത്വം എന്നും കാവ്യമെന്നും സംസ്കൃതത്തിൽ രണ്ടുമാണ്. കാവ്യം കാവ്യാത്മകം, അതുപോലെ പൊയട്രി എന്നും പൊയറ്റിക് എന്നും പറയുന്നത് പോലെ സംഗീതം സംഗീതാത്മകം എന്ന് പറയുന്നത് പോലെ ഒരു വ്യത്യാസമുണ്ട്. ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ടതെന്ന് ചോദിച്ചു. ഉപ്പിലിട്ട നെല്ലിക്ക തിന്നാലും നല്ല ഉപ്പാണ്. എന്തായെന്ന് ചോദിച്ചാൽ ഉപ്പിലിട്ട നെല്ലിക്കയാണ്, അല്ലാതെ ഉപ്പല്ല. നെല്ലിക്കയിൽ പാകത്തിന് ചേർത്ത ഉപ്പാണ്. അതുപോലെ പാകത്തിന് ചേർത്ത സംഗീതം മാത്രമേ ഈ സിനിമ പാട്ടിലൂടെ കിട്ടുന്നുള്ളൂ. എന്നിട്ട് പോലും അത് ഒരു ശുദ്ധ സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നവനെയും അത് കഴിയാത്തവനെയും ആ സംഗീതത്തിലേക്ക് ലയിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഈ കൂടുതലൊന്നും സംസാരിക്കില്ല, കാരണം നിങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച ഒരു കാര്യത്തെപ്പറ്റി കൊച്ചു വർത്തമാനം പറയുന്നത് നല്ലതില്ല. അധികം സൂചിപ്പിക്കുക മാത്രമേ ആകാവൂ. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. സ്വർണത്തിന്റെ സുഗന്ധം പോലെ എന്ന്
ഒരു പ്രയോഗമുണ്ട്. ഈ സ്വർണത്തിന് ഏറ്റവും വലിയൊരു ഒരു ഒരു കുറവ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് സുഗന്ധമില്ല എന്നതാണ്. എല്ലാം കൂടി ഒരാൾക്ക് കിട്ടാൻ പറ്റുമോ? എല്ലാം കൂടി ഒരു വസ്തുവിനെ വെച്ചു കൊടുക്കാൻ സർഗകർത്താവ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മണവും വേണം, ഗുണവും വേണം, തിളക്കം വേണം, പിന്നെ മാർക്കറ്റിൽ നല്ല വിലയും കിട്ടണം. ഇതെല്ലാം കൂടി സാധിക്കില്ലല്ലോ. അതുകൊണ്ട് സ്വർണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ലോകമാണ്. പക്ഷേ കാരണം അതിൻ്റെ മാറ്റ് അതങ്ങനെ നിലനിൽക്കുന്നു. പിന്നെ അതിൻ്റെ എക്കണോമിക് വശമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ഒന്നില്ല, ഒരു വലിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ സ്വർണത്തിന് സുഗന്ധമില്ല എന്നതാണ്. അപ്പോഴാണ് മനുഷ്യൻ ഒരു ഇല്ലാത്തതിനെ ഒന്ന് ഭാവന ചെയ്യാൻ വേണ്ടി, അതായത് പണ്ട് സി വി രാമപിള്ള പറഞ്ഞതുപോലെ ഈ ഒരു തീരമില്ലാത്ത ഒരു തീക്കടൽ എനിക്ക് ഭാവന ചെയ്യാൻ സാധിക്കും എന്നൊരിക്കൽ സി വി രാമപിള്ള പറയുകയുണ്ടായി. തീരമില്ലാത്ത ഒരു തീക്കടൽ, കടൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തീയം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ തീരമില്ലാത്ത തീക്കടൽ അതെനിക്ക് ഭാവന ചെയ്യാൻ സാധിക്കും, അത് ഞാൻ സൃഷ്ടിക്കും എന്ന്. സർഗകർത്താവ് തീ സൃഷ്ടിച്ചു, സർഗകർത്താവ് കടൽ സൃഷ്ടിച്ചു. പക്ഷേ സർഗകർത്താവിനെ അനുകരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഇമിറ്റേഷനാണ്, അല്ലാതെ ക്രിയേറ്റഡിന്റെ ഇമിറ്റേഷൻ അല്ല. സർഗകർത്താവിനെ ഞാൻ അനുകരിക്കും. എങ്ങനെ? തീരമില്ലാത്ത തീക്കടൽ ഞാൻ ഉണ്ടാക്കാം എന്നൊരിക്കൽ ഒരു ഊറ്റം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് സി വി രാമപിള്ള. അതുപോലെയാണ് ഒരു സർഗകർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന് സുഗന്ധം നൽകാൻ സാധിക്കും. ഏത് മജീഷ്യൻ വിചാരിച്ചാൽ പോലും ഒരു സ്വർണത്തിന്റെ ഒരു കഷ്ണം കൈ തന്നിട്ട് ഇത് മുളപ്പിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു ഗന്ധം, അതിൻ്റെ ആ ഒരു ചിന്ത അങ്ങേയറ്റം മനസ്സിലാകട്ടെ. ഒരാളെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതൊക്കെ അവരെന്ന് തോന്നുമെന്ന് പറഞ്ഞതുപോലെ ഇതിന് സുഗന്ധമുണ്ടെന്ന് തോന്നിക്കും. അത് പക്ഷേ നൈമിഷികമായിരിക്കുന്ന ഒരു മാന്ത്രിക അനുഭവം സൃഷ്ടിക്കലാണ്, അത് ഇല്യൂഷനാണ്. എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അൺഹേർഡ് മെലഡീസ് എന്ന് കവി പറഞ്ഞതുപോലെ കേൾക്കാത്ത രാഗം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അങ്ങേ അറ്റത്ത് പോകുമ്പോഴാണ് അത് മറ്റെല്ലാറ്റിനെക്കാളും നല്ലതാണെന്ന് പറയുക. അങ്ങനെ സ്വർണത്തിന് സുഗന്ധം കൈവന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് പാടുന്നതോടൊപ്പം കേൾക്കുന്ന കുറെ ആളുകൾക്ക്, കേൾക്കുന്ന കുറെ കുഞ്ഞുങ്ങൾക്ക്, കേൾക്കുന്ന കുറെ രോഗികൾക്ക്, കേൾക്കുന്ന മാരകമായ രോഗത്തിനടിപ്പെട്ടവർക്ക് പോലും ഒരു സാന്ത്വനം ലഭിക്കുന്നു, കുറെ ഹൃദയങ്ങളെ തുടിപ്പിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും അടുത്ത ഏത് നിമിഷമോ നിഷ്പന്ദമായി പോകാവുന്ന ചില ഹൃദയങ്ങളെ തുടിപ്പിക്കുന്നു. അതിനുവേണ്ടി നിന്ന് പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് സ്വർണത്തിന് സുഗന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പാട്ടുകാരനാണ് മലയാളത്തിലെ ഒരേ ഒരു പാട്ടുകാരനാണ് യേശുദാസ്. ഞാൻ കൂടുതലൊന്നും പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ യേശുദാസിനെ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കലവറപ്പെടാതെ പാടുന്നത്. ഇല്ലെങ്കിൽ മറ്റേ ആൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പാട്ട് നന്നായിട്ടുണ്ട്, ഈ പാട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പല പാട്ടുകളും നല്ലതാണ്, വളരെ നല്ലതാണ്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും നല്ലത് തോന്നുന്നതായിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നത്, ഒരുപക്ഷെ അദ്ദേഹത്തിനത് തോന്നുന്നത്. പക്ഷേ ഈ ഒരവസ്ഥ ഈ അടുത്ത കാലത്ത് തന്നെ ഈ കുറെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ അവരെ ഒന്ന് സ്നേഹിക്കൂ, അവർക്ക് ഈ സേവനം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വളരെ വലുതായിരിക്കുന്നു. ആ സ്വരത്തിന്, സ്വർണത്തിന് മനുഷ്യ സ്നേഹത്തിൻ്റെ, ഈ പറഞ്ഞ ഹൃദയതരത്വത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒരുപക്ഷെ അങ്ങനെ നിശേഷം ഇങ്ങനെ ഈ ഭൂമുഖത്ത് നിന്ന് വറ്റി വരണ്ടു പോകുന്ന ഒരു സംഗതിയാണ് ദയ എന്ന് പറയുന്നത്. വെറും ദയയല്ല, കരുണ എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് കമ്പാഷൻ എന്ന് പറയും. ഈ TS Eliot തന്നെ ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്ന് ദദത എന്ന് പറഞ്ഞ് ഒരു ഗുരുവകഥ എടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വലിയ ഇംഗ്ലീഷ് പണ്ഡിതന്മാർ പലരും ഈ ബൃഹദാരണ്യകോപനിഷത്തിൽ ദദത പഠിക്കാനായിട്ട് മലയാള അധ്യാപകരുടെ മുമ്പിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൃഷ്ണപിള്ള സാറിൻ്റെ തുല്യമായിരുന്നു. ദത്ത, ദയത്വം, ദമ്യത എന്ന് 3 ഉപദേശങ്ങളുള്ള ആദ്യ അക്ഷരമാണ് ദദത. അതാണ് ഈ ഇടുനാഥം പറയുന്നതെന്ന് പറയും. ദദത എന്ന് പറയുന്നത് ദത്ത, ദയത്വം, ദമ്യത. ദത്ത എന്ന് വെച്ചാൽ കൊടുക്കുക, ദയത്വം എന്ന് വെച്ചാൽ ദയുണ്ടാവുകയായിരിക്കും, ബി കമ്പാഷനേറ്റ് എന്നർത്ഥം. ദമ്യത എല്ലാം ഇങ്ങനെ ഒതുക്കുക, അടക്കുക, നിയന്ത്രിക്കുക. ഏത് ദുഃഖവും ഒരുപക്ഷെ ഏത് പ്രകോപനവും നിശബ്ദത കൊണ്ട് സഹിക്കുക എന്നർത്ഥം. എൻഡ്യൂർ ചെയ്യുക എന്നർത്ഥം. ഇത് 3 കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ,
ഒരു സമ്പൂർണ്ണ മനുഷ്യനെന്നല്ല പറയുന്നത്. കാരണം ദേവന്മാരും അസുരന്മാരും മനുഷ്യരും കൂടി ചേർന്നുള്ള ഒരു കംപ്ലീറ്റ് ബീയിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സമ്പൂർണമായ ഒരു അസ്തിത്വം, ഒരു ജൈവമായ ഒരു അസ്തിത്വം ഉണ്ടാകും. അപ്പൊ ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് ദത്ത എന്നും ആ പ്രക്രിയ ചെയ്യിക്കുകയും ആ ദേഹത്വം എന്നത് തൻ്റെ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരികയും ചെയ്ത ഒരുപക്ഷെ തനിക്കുള്ള മറ്റു പല പല ദുഃഖങ്ങളും അടക്കിക്കൊണ്ടും അദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. ഞാൻ അങ്ങേയറ്റം അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ സ്വർണത്തിൻ്റെ സുഗന്ധം പോലെയാണ് യേശുദാസ്, സംഗീതജ്ഞനായ യേശുദാസിൻ്റെ ഈ പറഞ്ഞ വിശ്വാസങ്ങൾ, ഈ പറഞ്ഞ ചെയ്തികൾ, ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വളരെ നല്ല നന്മ നിറഞ്ഞതായ ചില കാര്യങ്ങൾ ഞാൻ ചുരുക്കുന്നു. ഞാൻ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഞാൻ തന്നെ വേണമെന്ന് ശഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കാര്യം. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഇങ്ങനെ ഞാൻ തന്നെ വേണമെന്ന് വളരെ നിർബന്ധിച്ചു. അപ്പം എനിക്ക് അതൊരു എന്താ പറയുക ഒരു ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നു. അത് തന്നെ ഏറ്റുവാങ്ങിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ജയകുമാറാണ് പറയുന്നത്. വളരെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ എന്താണെന്ന് നോക്കിയിട്ടല്ല പലരും അദ്ദേഹത്തെ ബഹുമാനിക്കുമെന്ന് തോന്നുന്നു. ഞാനതല്ല, ഒരു അന്യനെ പോലെയാണ് കരുതുന്നത്. അദ്ദേഹം ഒന്നാം തരം കവിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ ടാഗോറിൻ്റെയൊക്കെ കവിതകളൊക്കെ അതിമനോഹരമായി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തമായി കവിതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അധികമൊന്നും എഴുതിയിട്ടില്ല. മറ്റേതിങ്ങനെ തിരക്കുള്ള എഴുത്തുകാരൊന്നുമല്ല, അദ്ദേഹം തിരക്കൊന്നുമില്ല. പക്ഷെ എഴുതിയ കവിതകളൊക്കെ വളരെ ഒന്നാം തരം പാട്ടുകളാണ്. സൗവർണിക തീരമൊക്കെ എത്ര മനോഹരമായ പാട്ടുകൾ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് ഇത് ഏറ്റുവാങ്ങി ഇത് പ്രകാശിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് അവസരമൊരുക്കിയത് ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അടുത്ത് വന്ന് ശല്യപ്പെടുത്തിയത് നമ്മുടെ ഷാരഡിയാണ്. ഷാരഡിക്ക് ഞാനിത് നന്ദി പറയുന്നു. നമസ്കാരം. മുഖ്യ പ്രസംഗം നടത്തുന്നതിനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS അവരെ ക്ഷണിക്കുന്നു.